ദാറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് ഹരിതം 2024 കുഴുപ്പള്ളി സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ഉദ്ഘാടനം ചെയ്തു. കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ അധ്യക്ഷത വഹിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS അജിത്ത് NSS ദിന സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ BU നജിയ, PTA പ്രസിഡന്റ് MM സിറാജുദ്ദീൻ, സ്കൂൾ മാനേജർ തൗഫീഖ് റഹ്മാൻ, കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KS ചന്ദ്രൻ, MM പ്രമുഖൻ, NSS പ്രോഗ്രാം ഓഫീസർമാരായ VS ഗയ, ON ബിന്ദു, വളണ്ടിയർ ലീഡർമാരായ AS നീരജ്, KS ഫാസില, സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സഞ്ജന P ജസ്റ്റിൻ, PTA പ്രസിഡന്റ് CR കാന്തി എന്നിവർ പ്രസംഗിച്ചു. മാൺപുകൾ വിടരട്ടെ, മനസ്സ് നന്നാവട്ടെ. സൗഹൃദ സൃഷ്ടികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ. സൗഹൃദ സൃഷ്ടികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ. സുരവില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. ഓ മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ. മനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. പ്രഭാഷണം നടത്തുന്ന സെന്റ് അഗസ്റ്റീൻസ് ഗേൾസ് മാനേജർ കുര്യാക്കോസ്, ക്യാമ്പ് സന്ദേശം നൽകുന്ന വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സാജിദ് KA, അതുപോലെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ട NSS കുടുംബാംഗങ്ങളെ, നമ്മളങ്ങനെ സപ്തദിന സഹവാസ ക്യാമ്പിനായി ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. NSS കുടുംബാംഗങ്ങൾ ഒന്നടങ്കം സെന്റ് അഗസ്റ്റീൻസ് GHSS 7 ദിവസം രാവും പകലും വളരെയധികം കാര്യങ്ങളുടെ ട്രെയിനിങ്ങുമായിട്ട് ഇവിടെ കഴിച്ചുകൂട്ടാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം NSS അതിൻ്റെ ആദ്യഘട്ടം മുതൽ പറഞ്ഞാൽ ഗ്രാമീണ മേഖലയിലെ ആത്മീയവും ഭൗതികവുമായ വികസനം വിദ്യാർത്ഥികളിലൂടെ ലക്ഷ്യമിട്ടുകൊണ്ട് കോത്താരി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1969 സെപ്റ്റംബർ 24 മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് NSS അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന BK.R.V. റാവു NSSനെ ഔദ്യോഗിക സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ധാരാളം പരിപാടികളാണ് വ്യക്തിത്വ വികാസത്തിനായി കുട്ടികൾക്കായി ഈ ക്യാമ്പിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ക്യാമ്പ്, അതുപോലെ റെഗുലർ ആക്ടിവിറ്റി, ക്യാമ്പസ് വർക്കുകൾ, ഇങ്ങനെ വിവിധ അടുക്കും ചിട്ടയോടുകൂടി ക്രമീകരിച്ചിട്ടുള്ള ധാരാളം പരിപാടികളിലൂടെ സാമൂഹ്യ സേവനത്തിലൂടെയുള്ള വിദ്യാഭ്യാസം എന്ന വലിയൊരു ലക്ഷ്യമാണ് നമ്മൾ ഇതിലൂടെ വരുന്ന 7 ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായ കാലഘട്ടമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ഇതിനോടകം തന്നെ നിരവധി നമ്മളുടെ നാടിന് വേണ്ടി, നമ്മളുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിരവധി സൽപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അത് ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നിങ്ങളൊക്കെ നടത്തുന്നത് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ കാണുന്നുണ്ട്. ടീച്ചർ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെക്കാളേറെ നമ്മളുടെ സഹജീവികളെ സ്നേഹിക്കുകയും അവരെ കരുണയോടെ ചേർത്ത് നിർത്തുകയും നമ്മളുടെ ജീവിതത്തിൽ പല പല നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാൻ നമ്മൾ ഓടുമ്പോൾ അതോടൊപ്പം തളർന്നു നിൽക്കുന്ന നമ്മളുടെ സഹജീവികളെ കൂടി ചേർത്ത് പിടിച്ച് മുന്നേറുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ കാര്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇപ്പോൾ നിങ്ങളുടെ ഈ ക്യാമ്പിൽ നിരവധി പല വിഭാഗങ്ങളായി അത്തരത്തിൽ നിങ്ങളുടെ അത്തരം പ്രവർത്തനങ്ങളെ വികസിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ സമൂഹത്തിന് ആവശ്യമായ പല കാര്യങ്ങളും നമ്മളുടെ പല പ്രദേശങ്ങൾ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വലിയൊരു മാതൃക, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മാലിന്യമുക്ത നവകേരളം എന്നൊരു വലിയ ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ മാർച്ച് 30 നമ്മളുടെ നാട്
പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനുള്ള വലിയൊരു പരിശ്രമം നടത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നമ്മളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ പേര് തന്നെ ഹരിതം 2024 എന്നാണ്. ഏറെ പ്രത്യാശ നൽകുന്ന ഒരു പേര് കൂടിയാണ്. കാരണം നമ്മളെപ്പോഴും സിംഗപ്പൂർ മോഡൽ അല്ലെങ്കിൽ പല വിദേശ രാജ്യങ്ങൾ, ന്യൂസിലൻഡും ഓസ്ട്രേലിയയും അമേരിക്കയും എല്ലാം വളരെ കാര്യമായി നമ്മളൊക്കെ പറയാറുണ്ട്. അവിടെയൊക്കെ ഒരു തരി മാലിന്യം പോലും വലിച്ചെറിയാൻ കഴിയില്ല. അങ്ങനെ വലിച്ചെറിഞ്ഞാൽ വലിയ ഫൈനാണ് കിട്ടുന്നത് എന്ന് വലിയ അഭിമാനത്തോടു കൂടി പല ആളുകളും വിദേശ രാജ്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും നടപടി നമ്മളുടെ നാട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളത്ര കാര്യമാക്കാറ്. അതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ട്. അങ്ങനെ നമ്മളുടെ നാട് വലിയൊരു പ്രശ്നം, ഈ മാലിന്യം മൂലം വലിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനം ഇത്തരത്തിൽ ഒരു മാലിന്യമുക്ത നവകേരളം എന്നൊരു ക്യാമ്പയിൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഈ പേര് തീർച്ചയായിട്ടും അതിനുകൂടി നമ്മുടെ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രചോദനം നൽകുന്ന രീതിയിലാണ്. നിങ്ങളുടെ പരിപാടികളിലും അത് ഒക്കെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് KS സാജിദ്, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രമുഖൻ, വാർഡ് മെമ്പർ ചന്ദ്രൻചേട്ടൻ, സ്കൂളിൻ്റെ മാനേജർമാർ പറയുന്നില്ല, അതുപോലെ പ്രിൻസിപ്പൽ, PTA പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട NSS കുടുംബാംഗങ്ങളെ എന്ന് പറയുമ്പോൾ കൂട്ടുകാരെ എന്ന് കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് വിളിക്കുകയാണ്. എനിക്ക് നിങ്ങളെല്ലാം കുറച്ച് പേരെയൊക്കെ പറ്റിച്ചുള്ളൂ. പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും NSSൻ്റെ കാര്യം പറയുമ്പോൾ HHSൻ്റെ കാര്യം പറയും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഇത് ഇങ്ങനെ ചോദിക്കുന്നത്? കാരണം ഞാനവിടെ എന്നെ സാജിത്താണ് അവിടുത്തെ PTA പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹമാണ് NSSൻ്റെ ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിലേക്ക് ആദ്യമായി വിളിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആദ്യമായി വന്നത്. പക്ഷേ നമ്മളിപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുമല്ലോ. നിങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം നിങ്ങളെല്ലാത്തിലും മുന്നിലാണ് എന്നുള്ളത്. അത് അഭിമാനമല്ലേ? ആണോ? ചായ കുടിച്ചു, എന്താണ് കപ്സാണ് അതിൻ്റെ സമൂസ. അതിൻ്റെ എണ്ണ ഇത്തിരി കൂടുതലാണ് പ്രിൻസിപ്പളെ, അതിൻ്റെ എണ്ണ ഇത്തിരി കൂടുതലാണ്. കൊച്ചുങ്ങളായ മന്ദതയിലാണ്. എന്തായാലും ഈ രക്ഷിതാക്കളാണ് ശരിക്കും പറഞ്ഞ് ഞാൻ SMHSലൊക്കെ പോകുമ്പോൾ രക്ഷിതാക്കളാണ് വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്. കുട്ടികളെ പിരിഞ്ഞിരിക്കെ സന്തോഷത്തോടെയാണ് ആ ക്യാമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതോ പ്രിൻസിപ്പൾ പറഞ്ഞിട്ട് NSSൻ്റെ മാസ്റ്റർമാർ പറഞ്ഞിട്ട് ഒക്കെ വന്നതാണ്? ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞു. എനിക്ക് ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സത്യമാണ്. ഞാൻ വയസ്സായി. പക്ഷെ നിങ്ങളാ കരുത്തിൻ്റെ പ്രതീകങ്ങളാണ് മുന്നിലിരിക്കുന്നത് അല്ലേ? നമ്മൾ എന്തിനാ വന്നതെന്നുള്ളത് അധ്യക്ഷൻ ചുരുക്കം വാക്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. എന്തുകൊണ്ടാണ് അങ്ങനെ ഓർമ്മപ്പെടുത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ അടുത്ത ദിവസം ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാനെത്തിയത് തദ്ദേശ എക്സൈസ് പാർലമെൻ്ററി കാര്യ മന്ത്രി വന്നിട്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് മാർക്ക് കിട്ടി. അപ്പം 50 മാർക്കേ കിട്ടിയുള്ളൂ. എന്നാൽ അടിപൊളിയായിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഉദ്ഘാടനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. പക്ഷെ 50 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് മാർക്കിട്ടാൽ എത്ര മാർക്കിടും? ശബ്ദമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? അത് ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ മനസ്സ് നന്നാവട്ടെ എന്ന്. എൻ്റെ മനസ്സ് മാത്രം നന്നായ മതിയോ അല്ലേ? നിങ്ങളുടെയും കൂടെ മനസ്സ് നന്നാവണം അല്ലേ? ചിലപ്പോൾ ഞാൻ പറയണം ബോറാണ്, ആയിക്കോട്ടെ
എന്നാലും നമ്മളെന്തിനാണ് ഞങ്ങള് മനസ്സിലാക്കാനാണ്? പറയ്. ഞാൻ ഉദ്ഘാടനമൊന്നും ഞാനങ്ങനെ ചെയ്യാറില്ല, ഞാൻ സംസാരിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് 50 മാർക്ക് കിട്ടിയതെന്നാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടുന്ന പ്രവൃത്തിയിൽ സജീവമായി ഏത് തലവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് ഹരിതം 2024 നിങ്ങൾ കുറച്ച് ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. അതിലെല്ലാം ഈ പറഞ്ഞ സാധനമുണ്ട് അല്ലേ? ഇല്ലേ? അതുപോലെ നിങ്ങൾ ക്ലാസ് ഇപ്പോൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാവും. അപ്പോൾ 50-100 ആകണമെങ്കിൽ ഒരുപാട് ഓടണ്ടേ? പകുതി അല്ലേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ ഓടണം. ഓടുന്ന കൂട്ടത്തിലാണ് അധ്യക്ഷൻ പറഞ്ഞ ഈ നല്ല റോസപ്പൂവിനെ നമ്മളത് ചുറ്റിയത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ, അത് നിങ്ങളല്ല കാരണം ചുറ്റിയത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ നമ്മളെന്താ സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള യുവത അല്ലേ? നിങ്ങൾ യുവത അല്ലേ? അപ്പം നിങ്ങളാണ് ഇനി നാടിൻ്റെ നന്മയ്ക്കും നാടിൻ്റെ വികസനത്തിനും ഒക്കെ മുന്നിട്ടേക്കുള്ള ആളുകൾ നിങ്ങളാണ്, ഞങ്ങളല്ല അല്ലേ? ഞങ്ങളൊക്കെ വയസ്സായി, നിങ്ങളാണ് യുവത. അത് നാടിനെ സംരക്ഷിക്കേണ്ടവരാണ്, ഉത്തരവാദപ്പെട്ട ആൾക്കാരാണ്. ഇപ്പം സന്ദേശം പറയും. സന്ദേശം പറയുന്നതിന് മുന്നേ ഞാൻ സന്ദേശം പറയുന്ന ആളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. മന്ത്രി പറഞ്ഞ ഒരു നമ്പറും കൂടി ഇവർക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ വയസ്സായി, നമ്മുടെ ഓർമ്മയൊക്കെ പോകും. പക്ഷെ അവരെല്ലാം ഇത്രയും കൂടെ ചെറുപ്പക്കാരാണ്. അപ്പം അവർ ആ നമ്പർ നിങ്ങൾക്ക് തരും. മന്ത്രി ഞങ്ങൾക്ക് തന്നതാണ്, അത് നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾ ഏറ്റെടുക്കുന്ന 7 ദിവസം കൊണ്ട് തീരുന്നതല്ല നമ്മൾ ഈ പറയുന്ന പ്രക്രിയ. നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന പ്രവൃത്തി 7 ദിവസം കൊണ്ട് തീരും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ വിചാരിക്കും 7 ദിവസം കൊണ്ട് ഞങ്ങളൊക്കെ തീരുമോ? ഇല്ല. നിങ്ങൾ ഇതിലേക്ക് ചുവട് വെച്ച് ഏറ്റവും ടോപ്പിലെത്തുമ്പോഴാണ് നമ്മുടെ ഈ ഗീതവും ഈ ക്യാപ്ഷനും ഒക്കെ പ്രാബല്യത്തിൽ വരുന്നത്. മുതൽ ക്യാമ്പ് സന്ദേശം നൽകുക എന്നുള്ളതാണ്. അപ്പോ ഞാൻ HHS ഫാമിലിയിലെ അംഗം ആണല്ലോ. എനിക്ക് ആദ്യം തന്നെ നൽകാനുള്ള സന്ദേശം ഇങ്ങനെ ഇരുന്നാൽ ഒരു ഉഷാറില്ല. HHSനെ കുറിച്ച് ഉള്ളൊരു കാഴ്ചപ്പാട് ഉദ്ഘാടക പറഞ്ഞല്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് NSSന്റെ ക്യാമ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? നിങ്ങൾ എവിടെയാണ്? ആ HHSല് നമ്മുടെ സ്കൂളിൽ വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്യണം. അത് നമ്മുടെ കുട്ടികള് ഇതുപോലെ ആയിരുന്നില്ല. എന്താ പറ്റിയത്? നമുക്ക് ഇങ്ങനെ ഒരു വിഷമം തോന്നുന്ന വിഷമം ഉണ്ടാ. പക്ഷെ ഈ വിഷമം എല്ലാം മാറും, ഒരു സംശയവും വേണ്ട. ഇപ്പൊ ഇവിടുന്ന് അപ്പയും അമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വിഷമം എല്ലാം മാറി കിട്ടും, ഒരു സംശയവും വേണ്ട. അതിനുള്ളത് കൊണ്ടുള്ള ചെറിയ വിഷമമൊക്കെ ഉണ്ട്, അതിലൂടെ ഉണ്ട് എന്നുള്ള വിഷമം മാത്രമല്ല, അത് പിരിഞ്ഞിരിക്കുന്ന വിഷമം കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ അതേതായാലും മാറും. പിന്നെ നല്ല അടിപൊളിയായിരിക്കുള്ളൂ, നല്ല ഭക്ഷണമൊക്കെയാണ് അല്ലേ ടീച്ചറുടെ? നല്ല ഭക്ഷണമൊക്കെ ഇല്ലേ? നല്ല ഭക്ഷണം, പിന്നെ കുറെ ആഘോഷങ്ങളുണ്ട്, കുറെ പരിപാടികളുണ്ട്. നിങ്ങൾ ഭാഗ്യം ചെയ്ത കുട്ടികളാണ് NSSന്റെ കുട്ടികൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് NSSല് നിങ്ങളെ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമല്ല. ഇപ്പൊ നമ്മുടെ സ്കൂളിലാണെങ്കിൽ 240 കുട്ടികളിൽ നിന്ന് എത്ര പേരാണ് ഇതിന്? 50 പേരാ. 50 പേരെ സെലക്ട് ചെയ്യാൻ. അപ്പൊ അതിൽ എന്റെ മകനില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അപ്പൊ ചേച്ചസിന്റെ ഫാമിലി ആണെന്നത് എന്റെ മകനെ ചേച്ചസിൽ പഠിക്കുന്നുണ്ട്. കൊമേഴ്സിൽ പഠിക്കുന്ന എന്റെ മകനാണ്. അപ്പോ കാരണം NSSല് ഞാൻ പണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച
ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒട്ടേറെ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒന്നാണ് NSS. അതിനകത്ത് NSSന്റെ ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പിരിയുന്ന സമയത്ത് സങ്കടത്തോടു കൂടി നിങ്ങൾ പിരിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ വളരെ എനർജറ്റിക്കായി ഇനിയുള്ള ഓരോ പ്രോഗ്രാമുകൾ, ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾ മാറ്റണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ നമ്മുടെ ക്യാമ്പിന്റെ സന്ദേശം എന്താണ് ക്യാമ്പിന്റെ സന്ദേശം? ഒരാളൊന്നും പറയും, പ്രസംഗമല്ല, ഒരാൾ പറയും. എന്താണ് നമ്മുടെ ക്യാമ്പിന്റെ ഈ 7 ദിവസത്തെ ക്യാമ്പിന്റെ സന്ദേശം? ഇവിടെ സംസാരിച്ചപ്പോ നിങ്ങളുടെ പ്രിൻസിപ്പിള് നെഞ്ചിയ ടീച്ചർ സംസാരിച്ചപ്പോ അത് പറഞ്ഞിട്ടുണ്ട്. പറയൂ, ഇല്ലെങ്കിൽ പോകില്ല. നമുക്ക് സുസ്ഥിര വികസനത്തിനായി NSS യുവത. അപ്പൊ എന്താണ് സുസ്ഥിര വികസനം? എവിടെ ഇരിക്കും? നല്ല കുട്ടി ഒരു കയ്യടി കൊടുക്കുന്നില്ല. എന്താ ഉള്ള പേര്? ഫാസില. എന്താണ് സുസ്ഥിര വികസനം? അത് പറയും. നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പറയാനുള്ളൊരു മടി കൊണ്ടാണ് പറയാത്തത്. അതെ അതെ അതെ, നിങ്ങൾ പറയും. ഏതായാലും ഇങ്ങനെ നമുക്കൊരു 5 മിനിറ്റ് അങ്ങനെ പോവാം. സാധാരണ രീതിയിൽ സാധനത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിർത്താറൊന്നുമില്ല. ഇങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിലും അതാണ് എന്നെ കുറിച്ച്. ഇല്ലേ, നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ, 2 സിനിമയും. ഒരു സിനിമ പണ്ടിറങ്ങിയൊരു സിനിമയാണ്, മോഹൻലാലിന്റെ ഒരു സിനിമ. കേട്ടിട്ടുണ്ടോ? മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ ആയിട്ട് അംഗീകരിച്ചൊരു സിനിമയാണ്. ഏതാ? അറിയില്ല. അന്ന് മോഹൻലാൽ പിന്നീട് ഒരിക്കലും വേറൊരു സിനിമയിൽ അതേ ഡയലോഗ് 1986 ഇറങ്ങിയ, ഞങ്ങൾക്കൊക്കെ അന്ന് 10 വയസ്സേ ഉള്ളൂ. അപ്പോ ഈ ഇറങ്ങിയ സിനിമയില് അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് പിന്നീട് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം, 3-4 വർഷം മുമ്പ് ഇറങ്ങിയ അദ്ദേഹത്തിന്റെ ഒരു സിനിമ പറഞ്ഞിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർ പണ്ട് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയുന്നില്ലേ? അത് രാജാവിന്റെ മകൻ. അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം ഇറങ്ങിയ ഭൂമിയിലെ രാജാക്കന്മാർ അല്ലെ, പ്രമുഖരുടെ ഓർമ്മയില്ലേ? ഈ തിരക്കിനിടയിലൊക്കെ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം അതുപോലെ നായകനാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ബിസിനസ് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ ബിസിനസ് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എന്നെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഈ സാധനം കിട്ടിയാൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത് അറിയില്ല. ഞാൻ ഏതായാലും പെട്ടെന്ന് അവസാനം ഇത് പറഞ്ഞു. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ പറയൂല. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കുന്നതാണ് പറയുന്നത്. ഞാൻ ടീച്ചറൊന്നുമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത സാമ്പത്തിക വികസനം നേടുക, അതിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിപ്പോ കുട്ടികളാണ് അല്ലേ? നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ഭാവി തലമുറയുടെ ഭാഗമാണ്. പക്ഷെ ഇനിയും എത്രയോ കോടാനുകോടി മനുഷ്യർ ഈ ലോകത്ത് ജനിക്കാനും ജീവിക്കാനും ഉണ്ട്. അവരുടെ വികസനം ഉറപ്പുവരുത്താൻ പരിസ്ഥിതിക്ക് ഒരു കോട്ടം ഉണ്ടാവരുത് എന്നുള്ളതാണ്. അപ്പൊ വികസനത്തിനൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസ്ഥിരമായിരിക്കും എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. പലപ്പോഴും അങ്ങനെ ആകാറില്ല. ഇപ്പൊ ഒരു റോഡ് പണിയുണ്ട്. റോഡ് പണിത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. റോഡ് പണിത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഒരു കാര്യം എന്താ? റോഡ് പണിത് കഴിഞ്ഞാൽ പൈപ്പിന് വേണ്ടിയിട്ട് പൊളിക്കും. എന്താ മുകളിൽ വരുന്നത് കഴിഞ്ഞിട്ട്? ദേവിക. ഞാൻ വീണ്ടും പറയണോ, ദേവിക്ക് ഒരു കയ്യടി കൊടുക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ എപ്പോഴും ഭയങ്കര ഇതായിരിക്കണം. ഒരു തരത്തിലും കുട്ടികളല്ലേ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും പുറകോട്ട് പോകാൻ പാടില്ല. ഇപ്പൊ എന്റെ എനർജി പോലും നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. പാടില്ലല്ല. എപ്പോഴും നമ്മൾ എനർജറ്റിക് ആയിരിക്കണം. അപ്പോ അങ്ങനെ ചെയ്യുന്ന സംഭവമുണ്ട്. അതുപോലെ തന്നെ പല ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവണം. അതുകൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാവരുത്, ബുദ്ധിമുട്ടുണ്ടാവരുത്, ഭാവി തലമുറയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാവരുത്. ഇത് പിന്നെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. അതിപ്പോ മിഠായി മേടിച്ചു കഴിഞ്ഞാൽ മിഠായിയുടെ കവറ്
പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമുക്കിപ്പോ കല്യാണത്തിനായാലും നമ്മുടെ ആഘോഷങ്ങളിലായാലും നമ്മൾ തീരുമാനിച്ചാൽ മതി. ഇപ്പൊ കുടുംബശ്രീക്കാരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഗ്ലാസ് മേടിച്ച് വെച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റീൽ ഗ്ലാസ് നമുക്ക് ഒരു പ്രയാസമില്ല. അപ്പൊ അങ്ങനെ തുടങ്ങി എന്ത് കാര്യത്തിലും. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ തൊട്ടടുത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ നമ്മളവിടെ ഭക്ഷണം കഴിക്കുന്നത് നെല്ലിന്റെ അതിനുള്ളൊരു പ്ലേറ്റ് അവിടെയുണ്ട്. ആ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേടിച്ചു കഴിഞ്ഞാല് അതിൽ നമ്മൾ ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പ്ലേറ്റ് നമുക്ക് കഴിക്കാം. ആ പ്ലേറ്റ് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞാൽ അതിശയിക്കും. ഇവിടെ നിന്ന് നേരെ അപ്പുറത്ത് ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുക. എന്നിട്ട് ആ പാലം ഇറങ്ങി കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ എന്താണ് പ്രസിഡന്റ് അതിന്റെ പേര്, കടയുടെ പേര് അപ്പുറത്ത് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റിന്റെ ഇതിന്റെ അപ്പുറം ഒരു മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട്. ആ മെഡിക്കൽ ട്രസ്റ്റിന്റെ ഒരു അനക്സ് ഉണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കടയുണ്ട്. ആ കടയില് തവിട് കൊണ്ട് ഉണ്ടാക്കിയ നെല്ലിന്റെ തവിട് കൊണ്ട് ഉണ്ടാക്കിയ പ്ലേറ്റ് ഉണ്ട്, സ്ട്രോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കളയണ്ട. അത് നമുക്ക് ഒരു അര മണിക്കൂർ ആകുമ്പോഴേക്കും അത് ഈ പറഞ്ഞ പോലെ അലക്കും നമുക്കത് കഴിക്കാം. അപ്പൊ ഭക്ഷണത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾ വലിയൊരു പ്രസംഗത്തിന്റെ ആവശ്യമുള്ളത്. ഒരുപാട് സമയം നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. ഇവിടെ NSSന്റെ ഗീതം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ മുമ്പ് ഒരു പഞ്ചായത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ രാജഗിരി കോളേജിലെ കുട്ടികളൊന്നും നമ്മുടെ പഞ്ചായത്തിൽ ക്യാമ്പുണ്ടായിരുന്നു. അന്ന് മനോഹരമായിട്ട് മനസ്സിൽ പറഞ്ഞൊരു ഗീതമാണ്. അതവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോഴാണ് നിങ്ങളെ പോലുള്ള മിടുക്കന്മാർ ഈ നാടിൻ്റെ വളർച്ചയിൽ ഇടപെടുന്നതും നിങ്ങളുടെ സേവനം കൊണ്ട് ഒരു പ്രദേശത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെ പോലെയുള്ള നിരന്തരമായിട്ടുള്ള സംഘടനകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇപ്പോൾ പ്രസിഡന്റ് അറിയാം, നമ്മുടെ പഞ്ചായത്തിൽ നിരവധി ഇതേപോലുള്ള കുട്ടികളെല്ലാം വരുന്നുണ്ട്. അവരുടെ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇപ്പം മാലിന്യമുക്ത നവകേരളം ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ മനോഹരമായിട്ടുള്ള കുഴപ്പള്ളി ബീച്ച് നിങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ അവിടെയെല്ലാം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നത് ഈ കുട്ടികളെല്ലാം വരുമ്പോഴാണ്. അവരെല്ലാം വന്ന് കളിച്ചും ചിരിച്ചും അവർക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളായി ഒപ്പം നമ്മുടെ നാടിന്റെ ആ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് മറ്റൊരു വിദേശ രാജ്യത്തുനിന്നോ അല്ലെങ്കിൽ മറ്റൊരാൾ വരുമ്പോൾ നമ്മുടെ ബീച്ച് മനോഹരമായിട്ട് കിടക്കുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള ബീച്ചുകൾ ഉണ്ടാകുമ്പോഴാണ് അവിടേക്ക് സഞ്ചാരികൾ എത്തുന്നതും ആ പ്രദേശത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാം നിരന്തരമായിട്ടുള്ള പരിശ്രമം അതെല്ലാം നമ്മുടെ നാടിന്റെ വളർച്ചയിലേക്കാണ് പോകുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കൊഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിതിൻ അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അവർ, സജ്ജന MM പ്രമുഖൻ അവർ, ഇവിടെ വാർഡ് മെമ്പർ ചന്ദ്രനേട്, HHS PTA പ്രസിഡന്റ്, മറ്റ് അധ്യാപകരെ, രക്ഷകർത്താക്കളെ, എൻ്റെ സ്നേഹനിധികളായ കുഞ്ഞുമക്കളെ, നമ്മുടെ ഒരു യോഗ നടപടി ആരംഭിക്കുമ്പോൾ സൈലൻസ് അത്യാവശ്യമാണ്. എനിക്കതൊരുപാട് ഇഷ്ടമായി. നിങ്ങൾ പരസ്പരം സംസാരിക്കാതെയൊക്കെ ഇരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ ശ്രദ്ധയോടെ ഇരുന്നു. പക്ഷെ എപ്പോഴും നമ്മൾക്ക് നമ്മുടെ മുഖം പ്രസന്റ് ആയിരിക്കണം. ഒരു യോഗ നടക്കുമ്പോൾ പ്രാസംഗിക അല്ലെങ്കിൽ പ്രാസംഗികൻ എന്താണോ സംസാരിക്കുന്നത് അത് ശ്രദ്ധയോടുകൂടി കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഇല്ലേ? നിങ്ങളുടെ പാട്ട് ആദ്യമായിട്ട് എന്നെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കഴിഞ്ഞ കൊല്ലത്തെ എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഈ വർഷം NSSന്റെ പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ മനസ്സ് നന്നാകട്ടെ അല്ലേ? എല്ലാവരുടെയും മുഖം, അതാണ് എല്ലാവരും ഇവിടെ പറഞ്ഞത്. ഓരോ പ്രാസംഗിക എല്ലാവരും പറഞ്ഞത് ആ ഒരേ ഒരു വാക്ക് തന്നെയാണ്. നിങ്ങളുടെ മുഖം എല്ലാവരുടെയും മ്ലാനമായിരുന്നു. അതിൽ ഇവിടെ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞപ്പോഴും സിനിമയുടെ മേഖല പറഞ്ഞപ്പോഴും മാത്രം നിങ്ങളുടെ എല്ലാവരുടെയും മുഖം സന്തോഷമായിരുന്നു. ഞാൻ നിങ്ങളെ ഓരോ കുട്ടികളെയും അതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾക്ക്
ഇങ്ങനെയുള്ളൊരു യോഗ നടപടിയൊക്കെ നടക്കുമ്പോൾ എന്താണ് പറയുന്നത്, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാകണം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഈ ഇവിടെ നടക്കുന്ന പഠന മേഖല എന്നും ചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ കണ്ടില്ലേ, ഇപ്പോഴും ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ആണ് പറഞ്ഞത്. NSS വോളണ്ടിയേഴ്സ് ഇന്ന് ഇവിടെ ക്യാമ്പ് 7 ദിവസത്തെ ക്യാമ്പ് തുടങ്ങുകയാണ്. എല്ലാവരും പറഞ്ഞു, ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഇൻട്രസ്റ്റ് കാണുന്നില്ല എന്ന്. നമ്മളൊരു വീട്ടിൽ അതിഥിയായി ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളവിടെ പെരുമാറുക? വളരെ ഭവ്യതയോടുകൂടി കൂടെ നിന്ന് സംസാരിക്കാണ്ട് അവരെന്താണോ സംസാരിക്കുന്നത് അത് കേൾക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ആ വീട്ടുകാരെപ്പോൾ നമ്മൾ ഒരിക്കലും പെരുമാറില്ല, അല്ലേ? അപ്പൊ ഇവര് നമ്മുടെ സ്കൂളിലാണ് ഈ ക്യാമ്പ്, നിങ്ങൾ നമ്മുടെ സ്കൂളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കാം, അല്ലെ? നിങ്ങളുടെ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. കാരണം എനിക്കറിയാം എൻ്റെ മക്കളെ ഏത് വിധത്തിലുള്ള ഏത് കാര്യങ്ങൾക്കും വളരെ എന്താ പറയുക ആരോഗ്യകരമായിട്ട് തന്നെ നിൽക്കുന്ന മക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ HHSലെ മക്കൾ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ക്യാമ്പ് ഇന്നിവിടെ തുടങ്ങുകയാണ്. ഇവിടെ എനിക്ക് സന്തോഷമായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇപ്പം കോളേജിലും പഠിച്ചത് സ്കൂളിലും പഠിച്ച കോളേജിൽ പഠിച്ചപ്പോൾ സുമയ്യ, അതായത് മെഹാജിന്റെ ഉമ്മ, ഞങ്ങളൊക്കെ NSS ഉണ്ടായിരുന്നതാണ്. NSS ക്യാമ്പുമായിട്ട് മഹാരാജി പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ക്യാമ്പിൽ ഇപ്പൊ നിങ്ങൾക്ക് ആകെ 1 വർഷം പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ 2 വർഷവും ഞങ്ങൾക്ക് പോകാമായിരുന്നു. അപ്പൊ ആദ്യത്തെ 1 വർഷം പോകാൻ യാതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പോയി കഴിഞ്ഞാൽ 10 ദിവസമാണ് അന്ന് ക്യാമ്പ്. അത് നമ്മൾ അടുത്ത് തന്നെ ഇരിക്കില്ല. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ക്യാമ്പ് ചെയ്തത് മുക്കന്നൂരായിരുന്നു. മുക്കന്നൂർ ഒരു ഓർഫനേജിലായിരുന്നു. സത്യത്തിൽ അവിടുത്തെ ആ 10 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ അന്ന് എല്ലാവരും കരയാത്ത ആ ബോയ്സ് ഉൾപ്പെടെ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഇനി അടുത്ത ക്യാമ്പിൽ കാണാം എന്നുള്ള പറഞ്ഞിട്ട് അടുത്ത ക്യാമ്പ് വന്നപ്പോൾ അതായത് ഫ്രഷേഴ്സിന് ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും അപ്ലൈ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ക്യാമ്പിൽ ആ കുട്ടികൾ തന്നെ. അന്ന് 80 പേരാ പോകുന്നത് ക്യാമ്പിന്. പിന്നെ വരുന്ന ക്യാമ്പ് കൊരട്ടിയിലായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് ഇയർ. എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ആ ക്യാമ്പിൽ. അപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് ചില കുട്ടികൾക്ക് വിഷമുണ്ടാവും, വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ട വിഷമുണ്ടാവും. യാതൊരു വിധത്തിലുള്ള വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ നിന്ന് പോകാൻ തന്നെ തോന്നുകയില്ല. ഇഷ്ടംപോലെ ആശംസകൾ സന്ദേശങ്ങൾ എല്ലാം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഞാനും ഒരു NSS വോളണ്ടിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു തണുപ്പ് അതെനിക്ക് തോന്നുന്നു മേ ബി ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് നാളെ ഞാൻ വരുമ്പോൾ ഈ ഒരു മൂഡിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപിടി നല്ല ഓർമ്മകൾ ഈ ഒരു 7 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു NSSൽ വർക്ക് ചെയ്യുന്നത് വഴി നിങ്ങൾ ഓരോരുത്തരും നല്ല ലീഡേഴ്സായി മാറാൻ, അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്ന് പറഞ്ഞ പോളിസി ഡെവലപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വ്യക്തികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട NSS കുടുംബാംഗങ്ങൾ, HHSS NSS യൂണിറ്റിൻ്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ സമാപനത്തിലായിരിക്കുന്ന ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ് എന്നിലുള്ളത്. ഒരു ക്യാമ്പ് നടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരുടെയും ഒരുപാട് സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത്, എടാനക്കാട് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ HHSലെയും സെന്റ് അഗസ്റ്റിൻസിലെയും മാനേജ്മെന്റ്, PTA സ്റ്റാഫ് എല്ലാവരുടെയും ഒരുപാട് സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ഒരുപാട് സഹകരണങ്ങൾ ഞങ്ങൾക്ക് രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. जय हे भारत भाग्य विधाता, पंजाब सिंधु गुजरात मराठा द्राविड उत्कल गंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव
शुभ नामे जागे तब शुभ आशीष मागे गाहे तब जय गाथा